ഡൽഹിയിൽ ആദി ശങ്കരാചാര്യ സേവാസമിതിയുടെ നേതൃത്വത്തിൽ ശങ്കര ജയന്തി ആഘോഷിച്ചു. ഋഷികേശിലെ പരമാർത്ഥ നികേതൻ ആശ്രമം അധ്യക്ഷൻ സ്വാമി ചിദാനന്ദ സരസ്വതി, മാതാമൃതാനന്ദമയി മഠം ഡൽഹി മഠാധിപതി സ്വാമി നീചാമൃതാനന്ദപുരി, ഹിന്ദു ഐക്യവേദി കേരള അധ്യക്ഷ കെ.പി. ശശികല ടീച്ചർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിന്റെ ഭാഗമായി. അദ്വൈത ശങ്കരം എന്ന പേരിലാണ് രാജ്യതലസ്ഥാനത്ത് ആദി ശങ്കരാചാര്യ സേവാ സമിതി ശങ്കര ജയന്തി ആഘോഷിച്ചത്. ഋഷികേശിലെ പരമാർത്ഥ നികേതൻ ആശ്രമം അധ്യക്ഷൻ സ്വാമി ചിദാനന്ദ സരസ്വതി, മാതാ അമൃതാനന്ദമയി മഠം ഡൽഹി മഠാധിപതി സ്വാമി നിജാമൃതാനന്ദപുരി, ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ.പി. ശശികല ടീച്ചർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിന്റെ ഭാഗമായി. ജി അശോക് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാമി ചിദാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. With his great vision, with the mantra of Advaita. One mantra. And today, if you ask me, in the 21st century, any mantra is going to work. Is the mantra of Advaita, where all are one. ശങ്കരാചാര്യരെ കൂടുതൽ അറിയേണ്ട കാലം അതിക്രമിച്ചതായി മുഖ്യപ്രഭാഷണം നടത്തിയ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ.പി. ശശികല ടീച്ചർ പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. കാലടിയിൽ ജനിച്ച് കാലടി വെച്ച് സർവജ്ഞ പീഠം കയറിയ ശങ്കര ഭഗവത്പാദരുടെ പേരിൽ ഈ രാജ്യ തലസ്ഥാനത്ത് നിങ്ങൾ ഒരുമിച്ച് കൂടുന്നു എന്നതിൽ തീർച്ചയായും ഒരു മലയാളി എന്ന നിലയിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ ഒരുമിച്ച് കൂടുന്നു എന്ന് മാത്രമല്ല, ശങ്കരാചാര്യർ എന്താണോ ഈ രാജ്യത്തെ ഒരുമിപ്പിക്കാൻ, സനാതന ധർമ്മത്തെ ശാക്തീകരിക്കാൻ കേവലം ചില ഉപദേശങ്ങൾ നൽകുക മാത്രമല്ല, പ്രായോഗികമായ ധാരാളം മാർഗങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകി. Amazed at his pure intelligence and unmatchable logic. Sri Shankara was pivotal in rejuvenating ancient India's intellectual, spiritual and cultural traditions. ഗോളിയൂർ രാജ മാൻസിംഗ് തോമർ മ്യൂസിക് ആൻഡ് ആർട്സ് സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഗൗരിപ്രിയയും സംഘവും അവതരിപ്പിച്ച വന്ദേ ശങ്കരം എന്ന പരിപാടി ചടങ്ങിന് മാറ്റേകി. തുംഗതരംഗേ ഗംഗേ ജയ തുംഗതരംഗേ ഗംഗേ ജയ തുംഗതരംഗേ ഗംഗേ RSS ഡൽഹി സംഘചാലക് ഡോക്ടർ അനിൽ അഗർവാൾ, ജനസേവ നാസ് ട്രസ്റ്റ് അധ്യക്ഷൻ സുഭാഷ് സുനേജ, ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാൻ, SK നായർ തുടങ്ങി പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.